എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 21-ാം വാക്യം. യോഹന്നാൻ 13:21. ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് സാക്ഷീകരിച്ച് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. പന്തിരുവരുടെ കൂട്ടത്തിൽ ഇസ്കരിയാത്ത് യൂദായെ യേശു ഉൾക്കൊള്ളിച്ചത് എന്തിന് എന്നുള്ള ചോദ്യം പലർക്കും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ്. അയാളെ യേശു മുൻകൂട്ടി അറിഞ്ഞിരുന്നുവെങ്കിൽ 12 സ്ലീഹന്മാരുടെ കൂട്ടത്തിൽ നിന്ന് എന്തിന് അയാളെയും കൂടി ഉൾക്കൊള്ളിച്ചു? യൂദായുടെ പെരുമാറ്റ രീതികളും യേശുവിന് അയാളോടുണ്ടായിരുന്ന ചില സംഭാഷണങ്ങളും ഇടപാടുകളും നിരവധി ആത്മീയ ഉൾക്കാഴ്ചകൾ നമുക്ക് നൽകുന്നുണ്ട്. നന്നായി വരാനും നശിച്ചു പോകാനുമുള്ള സാധ്യതകൾ എല്ലാ മനുഷ്യരിലുമുണ്ട്. സൂക്ഷ്മതയോടെയും ജാഗ്രതയോടെയും കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ അധപ്പതനവും അധോഗമനവും തുടർന്നുകൊണ്ടിരിക്കും. മനുഷ്യർ ശാപപാത്രങ്ങളായി തീരുകയും ചെയ്യും. യൂദായിൽ സംഭവിച്ചത് ഈ ഒരു അധോഗമനമാണ്. 13-ാം അധ്യായത്തിന്റെ 21 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരം. 1. യൂദായുടെ വിശ്വാസ പരിത്യാഗവും കൂറുമാറ്റവും യേശുവിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയിരുന്നു. ഉള്ളം കലങ്ങി എന്ന പ്രയോഗമാണ് ഇവിടെ യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്നത്. സാത്താൻ മനുഷ്യവർഗത്തിന്മേൽ തൻ്റെ അധികാരം സ്ഥാപിച്ചിരിക്കുന്നത് കൊണ്ട് അത് കണ്ട്, അല്ലെങ്കിൽ ലാസറിന്റെ കല്ലറയുടെ സമീപത്തും യേശുവിൻ്റെ ഉള്ളം കലങ്ങിയിരുന്നു. ദേവാലയം എന്ന വിശുദ്ധ സ്ഥലത്തെ അശുദ്ധിയുടെ വിളഭൂമിയാക്കിയ കള്ളന്മാരുടെ തേരോട്ടം നടക്കുന്നത് കണ്ടപ്പോഴും യേശുവിൻ്റെ ഉള്ളം കലങ്ങിയതായി യോഹന്നാൻ സാക്ഷീകരിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ ദേവാലയത്തെ അശുദ്ധമാക്കും പോലെ തന്നെ ഗൗരവതരമായതും സങ്കടകരമായതുമായ കാര്യമാണ് ദൈവത്തിന് വസിക്കാനുള്ള മന്ദിരമായ മനുഷ്യ ശരീരം പിശാചിന്റെ വാസസ്ഥലമാക്കുന്നത്. അങ്ങനെയുള്ള അധപ്പതനങ്ങൾ മനുഷ്യ ജീവിതങ്ങളിൽ കാണുമ്പോൾ യേശുവിന് നിഷ്ക്രിയനാകാൻ കഴിയില്ല. പകരം ആ ഒരു സാഹചര്യത്തിൽ അവരെ അതിൽ നിന്നും വലിച്ചെടുക്കാൻ യേശുവിൻ്റെ സ്നേഹപൂർവകമായ ഉൾച്ചേരൽ സംഭവിക്കുന്നു. യൂദായെ നാശത്തിൽ നിന്നും രക്ഷിക്കാൻ യേശു ഇടപെടുന്നുണ്ട്. വ്യക്തിപരമായി യൂദായോട് യേശു സംവദിക്കുന്നു, അപ്പകണ്ഠം മുക്കി നൽകുന്നു. അതിലൂടെ യൂദ തന്നെ ഒറ്റിക്കൊടുക്കുന്ന പ്രക്രിയയിലാണ് ആയിരിക്കുന്നതെന്ന് കർത്താവ് അയാളെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഈ ഒരു സ്നേഹ സംവേദനത്തെ അയാൾക്ക് സ്വീകരിക്കാനൊന്നും കഴിഞ്ഞില്ല. തീരുമാനങ്ങളുടെ നാൽക്കവലകളിൽ ദൈവോന്മുഖമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാശോന്മുഖ പാതകളിലേക്ക് മടങ്ങി വരാൻ കഴിയാത്ത തരത്തിൽ കുത്തിപ്പോകും. യൂദായ്ക്ക് സംഭവിച്ചത് ഇതേ അപജയമായിരുന്നു. 2. യേശുവിൽ നിന്നും അപ്പക്കണ്ണം സ്വീകരിച്ചു കഴിഞ്ഞ ഉടൻ പിശാച് യൂദയിൽ പ്രവേശിച്ചു. യേശുവിൻ്റെ സ്നേഹത്തോട് പ്രതികരിച്ചിരുന്നു എങ്കിൽ അനുതാപവും വീണ്ടെടുപ്പും അയാളിൽ സംഭവിക്കുമായിരുന്നു. മനുഷ്യരിലുള്ള നന്മയുടെ അംശങ്ങളെ ശ്വാസം മുട്ടിക്കുകയും തെറ്റായ ചിന്തകളിലേക്കും പ്രവൃത്തികളിലേക്കും വ്യതിചലിപ്പിക്കുകയും ചെയ്യും. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രത്യേകത, യേശുവിൻ്റെ ഏറ്റവും അടുത്ത് ഇരുത്തി അപ്പക്കണ്ഠം എടുത്ത് കൊടുത്തത് യൂദയ്ക്കാണ്. തന്നെ ഒറ്റുകൊടുക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ മനുഷ്യനെ ഏറ്റവും അടുത്തിരുത്തി കയ്യെത്തുന്ന ദൂരത്ത് ഇരുന്നാണ് അപ്പം കണ്ണമെടുത്ത് കൊടുത്തത്. അപ്പോൾ അത് യേശുവിൽ പ്രകടമാകുന്ന ഒരു പ്രത്യേകതയാണ്. ഒറ്റുകൊടുക്കുന്നവനെയും തള്ളിപ്പറയുന്നവനെയും അടുത്ത് ചേർത്ത് നിർത്തുന്ന കർത്താവ്. നമ്മൾ ആരാധിക്കുന്നത് ആ കർത്താവിനെയാണ്. നമ്മുടെ ദൈവം ആ ദൈവമാണ്. അപ്പോൾ ഈ ഒരു വിശേഷണം, ഇങ്ങനെയുള്ള സ്വഭാവം
നമുക്കും ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. 3, യേശുവിൽ നിന്നും അപ്പം സ്വീകരിച്ച് കഴിഞ്ഞ ഉടൻ യൂദ പുറത്തെ ഇരുളിലേക്ക് പോയി. ആശ്ചര്യമായും അത് രാത്രിയായിരുന്നു. ക്രിസ്തുവിൽ നിന്നും അന്യപ്പെട്ട സ്വകീയ താല്പര്യങ്ങളിലേക്ക് പോകുന്തോറും ഇരുട്ടിലേക്കാണ് ചെന്ന് കയറുന്നത്. നന്മയുടെ വിളികളെയും ക്ഷണത്തെയും നിരസിച്ച് തിന്മയിലേക്ക് കുപ്പുകുത്തുമ്പോൾ ഇരുട്ടിലേക്കാണ് മറയുന്നത്. സ്നേഹത്തിന്റെ വെളിച്ചത്തെ കുത്തിക്കെടുത്തുന്നിടത്ത് അന്ധകാരം മാത്രമേ അവശേഷിക്കുകയുള്ളൂ. യൂദായിക്ക് പ്രകാശത്തെയോ ഇരുളിനെയോ സ്വീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അയാൾ തെരഞ്ഞെടുത്തത് ഇരുളിനെയാണ്. ഇരുളിന്റെയും പ്രകാശത്തിന്റെയും വഴികൾ മുൻപിൽ വെച്ച് തരുമ്പോൾ നന്മയുടെ പ്രകാശത്തെ തിരഞ്ഞെടുക്കാനുള്ള പരിജ്ഞാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ്. ദൈവത്തിന് വസിക്കാനുള്ള മന്ദിരമായ ശരീരത്തിൽ അശുദ്ധിയുടെ അപകാരങ്ങൾ ഉണ്ടാകരുത് എന്ന ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നാശോന്മുഖ പാതകളിൽ തിരുത്തലിന്റെ ശബ്ദം കേൾക്കാതെ യാത്ര ചെയ്താൽ തിരുത്താൻ കഴിയാത്ത പതനങ്ങളിലേക്ക് വീണുപോകും. സുന്ദരമായതും ശ്രേഷ്ഠമായതുമായ മൂല്യങ്ങളെ വക്രീകരിച്ച് അധമമാക്കി തീർക്കുന്ന സാത്താന്യ തന്ത്രങ്ങൾ വിശ്വാസികളെ ചതിക്കും. നന്മയുടെയും തിന്മയുടെയും സാധ്യതകളുള്ള നമ്മുടെ ജീവിതങ്ങൾ നന്മയുടെ ഭാഗത്ത് നിലനിർത്തുന്നതിനുള്ള മനഃപൂർവമായ തീരുമാനങ്ങൾ നമുക്കെടുക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരാഴ്ചയുടെ അവസാന ദിനമായ ശനിയാഴ്ച പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുന്ന് നന്മയിലേക്ക് ഞങ്ങളെ നയിക്കുന്ന ദൈവമാണല്ലോ. വെളിച്ചത്തേക്കാൾ കൂടുതൽ ഇരുളിനെ സ്നേഹിപ്പാനുള്ള മാനുഷികമായിട്ടുള്ള വ്യഗ്രത എല്ലാവരിലുമുണ്ട് എന്ന് ഈ ഭാഗം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഇരുളിനേക്കാൾ വെളിച്ചത്തെ സ്നേഹിപ്പാനും വെളിച്ചത്തിൻ്റെ അംശികളായിരിക്കാനും യേശുവിൽ വസിക്കാനും ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ അവിടുത്തെ കരുണയിൽ മാത്രം ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളാരും നിന്നതല്ലല്ലോ, അവിടുന്ന് ഞങ്ങളെ നിർത്തിയതാണ് എന്ന് പൂർണ്ണമായും വിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹവാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവർക്കായും സ്തോത്രം. ദൈവമായ കർത്താവിൻ്റെ കരുതലുള്ള കരങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കണമേ. യേശു മശിഹയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നമ്മേവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.